ഓപ്പോയുടെ ഓപ്പോ K13 ടെർബോ പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 38,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. ഇപ്പം ഇത് ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഇവൻ ഇൻബിൽഡ് ആയിട്ടുള്ള കൂളിംഗ് ഫാൻ അടക്കം വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഇത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ K13 ടെർബോ പ്രോ എന്നുള്ള ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ഇപ്പം നമ്മൾ ആദ്യം പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം 38,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പിന്നെ ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ ഈ ഒരു പ്രോസസ്സർ നമുക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ലഭിക്കുന്നുണ്ട്. 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ F7ഉം അതുപോലെ തന്നെ iQOO Neo 10 ഒക്കെ വരുന്നുണ്ട്. അതിലും ഇതേ സെയിം പ്രോസസ്സറൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പം കുറച്ചും കൂടി കുറഞ്ഞ പ്രൈസ് റേഞ്ചിലും ഇതേ സെയിം പ്രോസസ്സർ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു കൂളിംഗ് ഫാൻ ഇതിൽ വരുന്നുണ്ട്. 18,000 RPM കറങ്ങുന്ന ഒരു ഫാനാണ് ഇതിൽ വരുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സറിൻ്റെ കൂടെ ഫോൺ പെട്ടെന്ന് ഹീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു എക്സ്ട്രാ ഫീച്ചറും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല VC കൂളിംഗ് സിസ്റ്റവും ഇതിൽ വരുന്നുണ്ട്. 7,000 mm² ആണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. അപ്പം ഗെയിമിങ്ങിൽ ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആയിക്കൊള്ളണം എന്നില്ല. പിന്നെ ഈ ഒരു ഫോണിൽ LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 5G സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മേജറായിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 256GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കൂളിംഗ് ഫാൻ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യവും ആണ്. പിന്നെ നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് X-ആക്സിസ് ലീനിയർ മോട്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ 3.5 mm ഓഡിയോ ജാക്ക് ഇതിൽ വരുന്നില്ല. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇനി നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6.8 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ അതായിരിക്കും ബെറ്റർ കേർഡ് ആയിട്ടുള്ള ഡിസ്പ്ലേക്കാളും. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. പിന്നെ 10-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 93.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. പിന്നെ DT+D+ൻ്റെ പ്രൊട്ടക്ഷനാണ് ഫോണിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് 1600 nits ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ബാറ്ററിയാണ്. ഇപ്പോൾ ഗെയിമിങ്ങിൽ ബാറ്ററിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമൊക്കെ തന്നെയാണ്. ഇതിൽ 7,000 mAh ബാറ്ററി വരുന്നുണ്ട്. വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ബൈപ്പാസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു ചാർജർ കണക്ട് ചെയ്തിട്ട് ആ ഒരു ചാർജ് അതിന് ഉപയോഗിക്കാവുന്നതാണ്. ബാറ്ററിയിലോട്ട് കയറാതെ ഫോൺ യൂസ് ചെയ്യാൻ ആ ഒരു ചാർജ് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 208 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.31 mm ആണ്. പിന്നെ ഈ ഒരു ഫോണിൽ IPX6, X8 അതുപോലെ തന്നെ X9 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിൽ കൂളിംഗ് ഫാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടുള്ള ഒരു IP റേറ്റിംഗ് കൊടുക്കാൻ കഴിയില്ല. എന്നാലും IPX9 റേറ്റിംഗ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ മോഡ്യൂളിൽ അവിടെയായിട്ട് ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സിൽവർ നൈറ്റ്, മിഡ് നൈറ്റ് മാവറിക് അതുപോലെ തന്നെ പർപ്പിൾ ഫാൻറ്റം എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള ColorOS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. വോയിസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 2 MP f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു സെക്കൻഡറി സെൻസറും വരുന്നുണ്ട്. അപ്പം ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 16 MP f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻ അല്ല. പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ വളരെ മികച്ചൊരു മെയിൻ ക്യാമറ സെൻസറും അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ടെലിഫോട്ടോ ലെൻസൊക്കെ ലഭിക്കാറുണ്ട്. ഈവൻ ഈ ഒരു ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് പോലും മിസ്സിംഗ് ആണ്. അപ്പം ഇത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണല്ല. നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ക്യാമറയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് സ്കിപ്പ് ചെയ്യുക. പക്ഷേ ഗെയിമിംഗ് ഒക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ടും വരും. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ.
പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8 GB റാം വെർഷൻ്റെ വില വരുന്നത് 37,999 രൂപയാണ്. 12 GB റാം വെർഷൻ്റെ വില വരുന്നത് 39,999 രൂപയാണ്. ഓഗസ്റ്റ് 15 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. പിന്നെ ഇനീഷ്യലി ചില ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാങ്ക് ഓഫേഴ്സ് ഉണ്ട്, 3000 രൂപയുടെ ഓഫ് വരെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും ഗെയിമിങ്ങിന് പറ്റിയിട്ടുള്ള പല ഫീച്ചേഴ്സും പിന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള കൂളിംഗ് ഫാനും നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ നല്ല ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. പക്ഷേ ക്യാമറ സെറ്റപ്പ് അത്ര മികച്ചതും അല്ല. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണ് കൺസിഡർ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു കൂളിംഗ് ഫാനിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇത് മെയിനായിട്ട് ഗെയിമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഫോണാണ്. അപ്പം നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ഇത്. അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.